8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് CPM ആണെന്ന് രമേശ് ചെന്നിത്തല. PDPയുമായി കൂട്ടുകൂടാം, ജമാഅത്തെ ഇസ്ലാമിയുമായും വെൽഫെയർ പാർട്ടിയുമായും കൂട്ടുകൂടേണ്ടെന്ന് പറയുന്ന CPMന്റെ നയം ജനങ്ങൾ തിരിച്ചറിയുമെന്നും ചെന്നിത്തല പറഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം BJPയുടെ മുൻഗാമികളായ ജനസംഘവുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പാർട്ടിയാണ് CPM. പൊതുവേദികളിൽ KG മാരാർക്കും കൂത്തുപറമ്പിൽ പിണറായി വിജയനും CPMും ജനസംഘവും ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിച്ചത്. കൂത്തുപറമ്പിൽ 5000 വോട്ടിനാണ് അന്ന് പിണറായി വിജയൻ ജയിക്കുന്നത്. ജനസംഘത്തിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അന്ന് അസംബ്ലിയിൽ പോകുമായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി ഇടപഴകുകയും കൂട്ടുകൂടുകയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനം CPM ആണ്. പിണറായി വിജയൻ അവരുടെ ഓഫീസിൽ പോയി അവരോട് ചർച്ച നടത്തി അവരുടെ പിന്തുണ തേടിയിട്ടുണ്ട്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുകയും അവർക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്ത പാർട്ടി CPM ആണ്. ദേശീയ തലത്തിൽ BJP ശക്തിപ്പെട്ടപ്പോൾ BJPയുടെ ഏകാധിപത്യത്തെയും വർഗീയതയെയും ചെറുക്കാൻ അവർ കോൺഗ്രസിന് ദേശീയ തലത്തിൽ പിന്തുണ നൽകിയെന്നുള്ളത് ശരിയാണ്. അതിന്റെ ഭാഗമായി 2018 മുതൽ കോൺഗ്രസിന് UDFനും അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. അത് വർഗീയ ശക്തിയായ BJPക്കെതിരായി ദേശീയ തലത്തിൽ സ്വീകരിച്ച നയത്തിന്റെ ഭാഗമാണ്. PDPയുടെ വർഗീയ സ്വഭാവത്തെ മറന്നുകൊണ്ടാണ് ഞങ്ങൾക്കെതിരായി സംസാരിക്കുന്നത്. ഒറ്റപ്പാലത്തെ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുൾ നാസർ മദനിയെയും മഹാത്മാഗാന്ധിയെയും ഒരുപോലെയാണെന്ന് പറഞ്ഞു. രണ്ടത്താണിയുടെ പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പിൽ 2 മണിക്കൂറാണ് പിണറായി വിജയൻ അബ്ദുൾ നാസർ മദനിയെ കാത്തിരുന്നത്. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. PDPയുടെ വർഗീയത നല്ലതാണ്. PDPയുമായിട്ട് കൂട്ടുകൂടാം. ജമാഅത്തെ ഇസ്ലാമിയായിട്ടും അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയായിട്ടും കൂട്ടുകൂടേണ്ടായെന്ന് പറയുന്ന CPMന്റെ നയം ജനങ്ങൾ തിരിച്ചറിയുമെന്നും ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.